നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിനായുള്ള പന്തൽ കാൽനാട്ടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. CPM പാറളം ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി TG വിനയനെ സമ്മേളനം തെരഞ്ഞെടുത്തു. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ജില്ലയ്ക്കായി മെഡലുകൾ നേടി വല്ലച്ചിറ സ്വദേശി NK മുരളീധരനാണ് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വെങ്കല മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും നേടിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിനായുള്ള പന്തൽ കാൽനാട്ടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. നവംബർ 25, 26, 27 തീയതികളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൻ്റെ സ്റ്റേജ് മത്സരങ്ങളുടെ കാൽനാട്ട് കർമ്മത്തിന് എത്തിച്ചേർന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും പേരിലും എൻ്റെ പേരിലും നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഈ കലോത്സവം ചേർപ്പിന് ഒരു തിരക്കുറിയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. AEO സുനിൽ, ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ NA ജാഫർ സാദിഖ്, HM CS രാജു, PTA പ്രസിഡന്റ് MS അലക്സി, വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPM പാറളം ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി TG വിനയനെ സമ്മേളനം തെരഞ്ഞെടുത്തു. ജെയിംസ് പി പോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം PR വോഗീസ്, ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, സെബി ജോസഫ്, KK അനിൽ, P ചന്ദ്രൻ, KS മോഹൻദാസ്, PV സുബ്രഹ്മണ്യൻ, TG വിനയൻ, TR മീര, MK വിലാസ്, അഡ്വക്കേറ്റ് KV ബാബു എന്നിവർ സംസാരിച്ചു. TG വിനയൻ, സദീപ് K ജോസഫ്, ജെയിംസ് പി പോൾ, അഡ്വക്കേറ്റ് KV ബാബു, TR മീര, MK വിലാസ്, EA ഷാബിർ, OS വിഷ്ണു, ആശ മാത്യൂസ്, രജനി ഹരിഹരൻ, PP മനോജ്, ഫ്രാങ്കോ ജോയ്, PR രമേശ്, MS സത്യൻ, ER ജിഷ്രാജ് എന്നിവരടങ്ങുന്ന 15 അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ജില്ലയ്ക്കായി മെഡലുകൾ നേടി വല്ലച്ചിറ സ്വദേശി NK മുരളീധരനാണ് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വെങ്കല മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും നേടിയത്. 4400 മീറ്റർ റിലേയിൽ സ്വർണം നേടിയ ടീമിലും മുരളീധരൻ മത്സരിച്ചു. 2025 നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാനും ഇദ്ദേഹം യോഗ്യത നേടി. പാറളം ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ ബാഡ്മിന്റൺ ഇൻഡോർ ക്ലബ്ബായ ഹലോ ഇൻഡോർ ക്ലബ്ബ് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ ഇതിഹാസം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 10 പരിപാടികളുടെ ഭാഗമായാണ് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഹെൻറി ജോസഫ് അധ്യക്ഷത വഹിച്ചു. അമ്മാടം ഇടവക വികാരി ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർ EA ബൈജു, പ്രോഗ്രാം കൺവീനർ PF നെൽസൺ എന്നിവർ സംസാരിച്ചു. ആവേശകരമായ വടംവലി മത്സരത്തിൽ ഓക്സോ പുള്ള കിരീടം നേടി. മനസ്സില്ലാത്ത 14 ഗജരാജ കില്ലാടികൾ തൃശൂരിന്റെ മണ്ണിലെ താര യോദ്ധാക്കൾ അങ്ങനെ തട്ടും തടവും പഠിച്ചെടുത്ത് മത്സരക്കളത്തിൽ എതിരാളികളുടെ വമ്പത്തരങ്ങൾക്ക് മുന്നിൽ നിലയുറപ്പിച്ചുകൊണ്ട് പടകിരുക്കം നടത്തി 2ാം സെറ്റ് തിരിച്ചു പിടിക്കുവാനുറച്ച് പടമോടുന്നു. കയ്യെടുത്ത് സ്വീകരിക്കുക. ഭാരതീയ വിദ്യാനികേതൻ തൃശ്ശിവപേരൂർ ജില്ല 24ാമത് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 22, 23 തീയതികളിൽ നടക്കും. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന കലോത്സവം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സുബ്രു പുല്ലൂട്ടിൽ അധ്യക്ഷത വഹിക്കും. കലോത്സവത്തിന്റെ സ്വാഗത സംഘം ജനറൽ കൺവീനറും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പലുമായ ബിന്ദു, ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ പേരൂർ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ, സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനുമായ KK രാജൻ, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ തുടങ്ങിയവർ സംസാരിക്കും. 8 വേദികളിലായി ശിശു, ബാല, കിഷോർ എന്നീ വിഭാഗങ്ങളിലായി 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളുടെ സമാപന സഭ 23-ന് വൈകിട്ട് നടക്കും. സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജർ KK രാജൻ, കലോത്സവ ജനറൽ കൺവീനറും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പലുമായ ബിന്ദു C, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, ദീനദയാൽ ട്രസ്റ്റ് ഡയറക്ടർ കുമാരൻ പനച്ചിക്കൽ, ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ AV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ തൃപ്രയാർ റോഡിൽ ചിറക്കൽ സെന്ററിലെ ചിറക്കൽ പഴയ പാലം വ്യാഴാഴ്ച മുതൽ പൊളിച്ചു തുടങ്ങും. ഇതിന്റെ ഭാഗമായി താൽക്കാലിക ബണ്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഭാരവാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത് പൊതുമരാമത്ത് വകുപ്പ് പൂർണ്ണമായും നിരോധിച്ചു. തൃശൂർ മണലൂരിൽ പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങിപ്പോയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ വടൂക്കര സ്വദേശി 26 വയസ്സുള്ള ജെറിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. വെൽഡിംഗ് വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് ജെറിൻ. ഇന്നലെ വൈകിട്ടോടെയാണ് സുഹൃത്തുക്കളുമായി എത്തിയ ജെറിയെ ഏനാമാവ് സ്റ്റീൽ പാലത്തിന് സമീപം പുഴയിൽ നീന്തുന്നതിനിടെ കാണാതായത്. നാട്ടിക ഫയർഫോഴ്സും അന്തിക്കാട് പോലീസും ഇന്നലെ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെ സ്റ്റീൽ പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എടത്തുരുത്തി ഏറാക്കൽ റോഡിൽ ബൈക്ക് കുളത്തിൽ വീണു. ബൈക്ക് യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രപിന്നി CV സെന്ററിനടുത്ത തേവർക്കാട്ടിൽ സായൂജാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. ഇന്നലെ ഏറാക്കൽ റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഇതറിയാതെ രാത്രി ഇതുവഴി വന്ന സായൂജ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ പടിഞ്ഞാറേ സൈഡിലൂടെ കടന്നപ്പോഴാണ് പാടത്തെ കുളത്തിലേക്ക് ബൈക്ക് വീണത്. സായൂജ് ബൈക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. സാധാരണ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് വെക്കാറുണ്ടെങ്കിലും ഇന്നലെ അതുണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. കുളത്തിൽ നിന്ന് ബൈക്ക് നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തു. ചന്ദ്രപനി കണ്ണമ്പുളിപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. നിലവിളക്ക്, ഉരുളി ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ കവർന്നു. ശ്രീനാരായണ വായനശാലയ്ക്ക് സമീപം മേനോത്ത് മാധവന്റെ മകൻ പ്രതീഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവർ കുടുംബസമേതം വിദേശത്താണ്. അടച്ചിട്ട വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കടന്നിട്ടുള്ളത്. വീട്ടിനകത്തുണ്ടായിരുന്ന 2 നിലവിളക്ക്, വലിയ കുട്ടകം, ചെമ്പുപാത്രങ്ങൾ തുടങ്ങിയവയാണ് കവർന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മോഷണം നടന്നിട്ടുള്ളതെന്ന് പറയുന്നു. 2 നാടോടി സ്ത്രീകളെ പരിസരത്ത് കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന രതീഷിന്റെ സഹോദരൻ രമേശ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 1.5 വർഷം മുൻപും ഇതേ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. CV സെന്ററിനടുത്ത് ഒരു വീട്ടിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ജില്ലാ കലോത്സവത്തിനായുള്ള പന്തൽ കാൽനാട്ടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. CPM പാറളം ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി TG വിനയനെ സമ്മേളനം തെരഞ്ഞെടുത്തു. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ജില്ലയ്ക്കായി മെഡലുകൾ നേടി വല്ലച്ചിറ സ്വദേശി NK മുരളീധരനാണ് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വെങ്കല മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും നേടിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.